ഇതിലെ ഒരു മൺ റോഡ് ഉണ്ടായിരുന്നല്ലോ, താഴെ ഒരു നരിമടയും. ഓ മൈ ഗോഡ്, എന്തൊരു ഓർമ്മയാ മോക്ക്. രാജേട്ടാ രാജേട്ടാ, അങ്ങോട്ടൊക്കെ ഇത്തിരി നേരം ഞാൻ ഒറ്റയ്ക്ക് നടക്കട്ടെ? ഒറ്റയ്ക്കുള്ള ഈ നടപ്പ് യാത്രയൊക്കെ സൂക്ഷിക്കണം. ഐ ഡോണ്ട് കെയർ. മാത്രമല്ല, ഞാൻ എവിടെ പോയാലും ഡാഡിയും മമ്മിയൊക്കെ കൂടെ ഉണ്ടെന്നൊരു തോന്നല. പിന്നെ അറിയാത്ത വഴികൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിൽ ഒരു ത്രില്ലുണ്ട് രാജേട്ടാ. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കേ, ബൈ. ഹലോ മിസ്റ്റർ വാസു. ഹലോ സാർ. സാറെന്നെ മറന്നു എന്നാണ് കരുതിയത്. നോ 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 നോ, മറന്നിട്ടില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? നോ താങ്ക്സ്. ഞാൻ ഓപ്പറേഷൻ തയ്യാറായാണ് വന്നിരിക്കുന്നത്. ആരെ, എവിടെ, എപ്പോൾ എന്ന് മാത്രം പറഞ്ഞാൽ വെരി ഗുഡ്. പിന്നെ എന്റെ പ്രതിഫലം കഴിഞ്ഞ തവണത്തേക്കാൾ ഒരല്പം കൂടിയിട്ടുണ്ട്. ഒരു 25,000 ഉണ്ട്. പ്രതിഫലമല്ല പ്രശ്നം, ഈരിച്ചെവി അറിയാതെ കാര്യം സക്സസ് ആക്കണം. ഞാനിതിന്റെ പിന്നിലുണ്ടെന്ന് ഒരു ഈച്ച പോലും അറിയരുത്. അക്കാര്യം സാർ എനിക്ക് വിട്ടു തന്നേക്കൂ. സാബ് പോലും പറയാൻ സാബിനെ ഞാൻ തൂളാക്കി കാണിച്ചു തരാം. എന്നെ സാബ് അല്ല, ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. ഇത്രയും പെട്ടെന്ന് അത് ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ കരുതിയില്ല. പക്ഷെ വെച്ച് താമസിപ്പിക്കുന്നത് കൂടുതൽ അപകടമാണ്. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായതിനു ശേഷം നന്ദിനിക്ക് വല്ലത് സംഭവിച്ചാൽ ആ വക്കീലിന് സംശയം തോന്നാനിടയുണ്ട്. അവളെ കാനഡയിൽ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ചു തന്നെ അയാളുടെ ബുദ്ധിയാണ്. ഒരു കാലത്ത് ഇവിടുത്തെ കാവൽപ്പട്ടിയായിരുന്നല്ലോ കക്ഷി. അപ്പോ ഓപ്പറേഷൻ ഇന്ന് തന്നെ ആവാമല്ലേ? ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ. ഇവിടുന്ന് അവൾ പോകുന്നത് വക്കീലിന്റെ വീട്ടിലേക്കായിരിക്കും. അവൾ അവിടെ എത്താൻ പാടില്ല. 25-ാം തീയതി കണക്കുകൾ പരിശോധിക്കാൻ മിസ് നന്ദിനി മേനോൻ ഉണ്ടാവരുത്. ഓക്കെ? ഡൺ. എന്താ ഞാൻ അങ്ങോട്ട് മാറിയേക്കാം? അമ്മ ചേച്ചിക്ക് എന്നോട് എന്ത് സ്നേഹാന്നോ. രാജേട്ടൻ എന്നും വീട്ടിലേക്ക് വരാത്തതിൽ അമ്മ ചേച്ചിക്ക് പരിഭവാ. അതെയോ? ഇന്ന് തന്നെ കൂട്ടിട്ട് വരാന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടാ വന്നത്. അതെന്താ, 2 ദിവസം ഞാൻ എത്തിയേക്കാം. ഓക്കെ. സൂക്ഷിച്ചോടിക്കണേ, മുഴുവൻ ഹെയർപിന്റെ വളവളാ. എല്ലാം ഓക്കെ ആണല്ലോ? വിത്തിൻ 1 hour. നിങ്ങൾ അവളെ ഫോളോ ചെയ്യണം. അവൾ അറിയരുത്. ബ്ലാസ്റ്റിംഗ് നടന്നാൽ ഉടൻ എന്നെ വിവരം അറിയിച്ചിരിക്കണം. എന്റെ ഓരോ ഓപ്പറേഷന്റെ റിസൾട്ടും ഞാൻ നേരിൽ കാണാറുണ്ട്. അതാണ് എന്റെ പോളിസി. ഗുഡ്. ഫോളോ മീ. പോകേണ്ട, അവളുടെ ഒടുക്കത്തെ പോകാൻ. ഇങ്ങനെ ഫോളോ ചെയ്യുന്നത് എനിക്കൊരു ത്രില്ലാണ്. പണ്ട് ഡാറാഡൂണിൽ വെച്ച് എന്റെ പൊന്നും കുറിച്ച് മുത്തപ്പ, നമ്മ ടൈം ബോംബ് വെച്ചത് ഇവന്മാർ ഇത്ര പെട്ടെന്ന് അറിഞ്ഞ. കമ്പ്യൂട്ടറിൽ കള്ളം പറഞ്ഞാൽ കണ്ടുപിടിക്കുന്ന മെഷീനും ഇറങ്ങിയ കാലമാണ്. നമ്മൾ മനസ്സിൽ കാണുമ്പോൾ അവരെ സ്ക്രീനിൽ കാണും. ഏതായാലും പിടികൊടുക്കരുത്. ജൽദി. അത് ശരിയാ പാണ്ഡ്യ, ആ തെണ്ടികൾക്ക് സൈഡ് കൊടുക്കണ്ട, വേഗം വിട്ടോ. ഇവിടെ പരമേശ്വരൻ പിള്ളേ, അവന്മാര് നമ്മളെ കണ്ടിട്ടാണല്ലോ ഒളിച്ചത്. ശരിയാ സാറേ, ഞാനും കുറെ നേരമായി ശ്രദ്ധിക്കുന്നു. കുറെ നേരമായല്ലോ അവന്മാർ റോഡിൽ കിടന്ന് കസർത്ത് കാണിക്കാൻ തുടങ്ങിയിട്ട്. സർക്കസുകാരാണോ? വല്ല കള്ളക്കടത്തുകാരായിരിക്കും സാറേ. ഓവർടേക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്യണോ?
പിക്കപ്പ് തീർന്നോ പിള്ളേ? സർക്കാർ വണ്ടിയല്ലേ സാറേ? എടോ മെല്ലെ പോടോ, ഇതിന് പിക്കപ്പ് കുറവാ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഹലോ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ഇങ്ങോട്ട് ഇറങ്ങി ഓടാത്തണ്ടികളെ. എന്നെ കണ്ടപ്പോ എന്തിനാടാ ഒളിച്ചത്? ഒളിച്ചപ്പോഴാണ് സാർ കണ്ടത്. നീ ആരാടാ? ബോംബെ വന്ന ഗൂർക്ക വാസു. അപ്പൊ നീ ആരാടാ? ഞാൻ ചിന്ന കൂർക്ക. ജീപ്പിനകത്ത് എന്തെങ്കിലും ഉണ്ടോടാ? ഇതിനകത്ത് സത്യമായിട്ടൊന്നുമില്ല സാർ. ഇതിന് മുമ്പേ പോയ വണ്ടിയില് ഈ വാസു ഒരു ബോംബ് ബോള് മുതലാളിയുടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി കൊടുത്തയച്ചാ. അത് പൊട്ടുവന്നറിയാം കിട്ടുമെന്നറിയാൻ വേണ്ടി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പരിശോധന കഴിഞ്ഞിട്ട് ഫോളോ ചെയ്താൽ മതി. പരിശോധിക്കാം. സീറ്റ് മാറ്റണം. അടിക്കടി ഇവിടൊക്കെ വരാറുണ്ടോ? ഇല്ലേ ഇല്ല. അടിക്കടി ഇത് അനങ്ങാറുണ്ടോ? പേടി വരുമ്പോ മാത്രം. അപ്പൊ എന്നെ പേടിയില്ല? പേടിയില്ല. അനങ്ങ ആ, എല്ലാം പരിശോധിച്ചു. ആ. ഒന്നുമില്ല സാർ. ഞാൻ അങ്ങനെ പറഞ്ഞല്ലേ അതിലൊന്നുമില്ലെന്ന്. അതെ. ഇവരെങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. തോമസേ, അതിങ്ങെടുക്ക്. എന്റെ പൊന്ന് സാറാ, ഞങ്ങളെ തോക്കെടുത്ത് വെടിവെച്ച് കൊല്ലരുത്. കുഞ്ഞു കുട്ടി പ്രാരാബ്ദങ്ങളുള്ളതാണ്. മ്യൂസിക് ഇഷ്ടമാണോ? ഛേ, അയ്യോ. അല്ലേ? ആണ്. ഗുഡ്, ഇഷ്ടാണ്. വെരി ഗുഡ്. അതിങ്ങെടുക്കണോ? ഇത് ഞാൻ സംഗീതം പറഞ്ഞ ഗീതഗാനങ്ങളാണ്. കേൾക്കണം. അയ്യേ, താങ്ക്സ്. താങ്ക്സ് പോരാ, 72 രൂപ വേണം. ഞങ്ങൾക്ക് ആശ എടുത്തില്ല സാർ. സാരമില്ല, കാശ് 10-ാം മൂട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചാൽ മതി. ആ. 6 എടുത്താ 3 ഫ്രീ. ഓർമ്മയിലിരിക്കട്ടെ, 10-ാം മൂട് പോലീസ് സ്റ്റേഷൻ, 72 രൂപ. ശരി സാർ. ഫോളോ മീ. പരമേശ്വര പരമേശ്വര. കഷ്ടം. ഛേ, ഹലോ, സ്റ്റോപ്പ് പ്ലീസ്. വാട്ട്സ് ദ മാറ്റർ? എന്റെ കാർ ബ്രേക്ക് ഡൗൺ ആയി. ഐ സി, വെരി ഗുഡ്. ഒന്ന് സഹായിക്കാൻ ഓക്കെ ആരെങ്കിലും? ഓക്കെ. ഇവിടെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. I was in Canada. ഐ സി, വെരി വെരി ഗുഡ്. വാട്ട്സ് യുവർ നെയിം? I'm Miss Nandini Menon. ഞാൻ സഹായിക്കണോ? സഹായിക്കാൻ ഇവിടെ നിന്നാലേ സ്റ്റേഷനിൽ എന്നെ സഹായിക്കാൻ ഞാൻ വേറെ ആളെ വെക്കേണ്ടി വരും. അയ്യടാ, പെണ്ണുങ്ങളെ സഹായിക്കാൻ എന്തൊരു ഉത്സാഹം. സോറി, ഞാൻ അല്പം ബിസിയിലാണ്. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു മെക്കാനിക്കിനെ ഇങ്ങോട്ട് പറഞ്ഞയക്കാം. ഓക്കെ? Yes sir, I'll be very thankful. ഇറ്റ്സ് ഓൾ റൈറ്റ്. മ്യൂസിക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ എന്റെ റോക്ക് റാപ്പ് കേൾക്കണം. ഇഷ്ടാവും. ഇങ്ങനെ നോക്കി നിന്നാ മതിയോ? കേറണ്ണ കേറണ്ണ കേറണ്ണ, വീട്ടി വലിഞ്ഞ് കേറണ്ണ. ഹലോ, ഒന്നുമില്ല. എന്താ അസുഖം? തലകറക്കം, ഹാർട്ട് അറ്റാക്ക്, ഗ്യാസ് ട്രബിൾ, അങ്ങനെ എന്തെങ്കിലും? അറിഞ്ഞിട്ട് എന്ത് വേണം? അത് കൊള്ളാം. വിളിച്ചു വരുത്തിട്ട് അറിഞ്ഞിട്ട് എന്ത് വേണമെന്നോ? വിളിച്ചു വരുത്തിയോ? ആര്? രാവിലെ തന്നെ പേടിപ്പിക്കാതെ. KLT 7626 തന്നെയല്ലേ ഇത്? ആണെങ്കിൽ ഒന്ന് നന്നാക്കാന്ന് കരുതി വന്നതാ. Are you a mechanic? അതെ. Oh my God. My God. I'm not able to believe this. ഞാൻ ഒരുപാട് മെക്കാനിക്കിനെ കണ്ടിട്ടുണ്ട് in Canada. But I never met a man like you. Are you very sure that you're sufficiently trained to be a mechanic? ഇല്ല, ഞാനിപ്പോ ജനിച്ചുള്ളൂ. അതെ, ആഷ്പുഷ് ഡയലോഗ് എന്ന് പറഞ്ഞ് എന്നെ വരട്ടാൻ നോക്കണ്ട. കാനഡയിലൊന്നും പോയിട്ടില്ലെങ്കിലും 3-4 കൊല്ലം കോളേജ് കിടന്ന് കിലുക്കുത്ത് കഴിഞ്ഞിട്ടാ ഞാൻ ഈ സ്പാൻഡർ ഗോപ്പക്കെട്ട് ഇറങ്ങിയത്. നല്ല അസലായിട്ട് ട്രെയിനിങ്ങും കിട്ടിയിട്ടുണ്ട്. ഡോണ്ട് പ്ലേ ജാവ ടു മീ.
സന്ധ്യ ആവണതിന് മുമ്പ് കുടുംബത്തെത്തണമെങ്കിൽ അവിടെ ഇറങ്ങി ഒതുക്കി മാറി പെണ്ണേ. വാട്ട്? എടി പെണ്ണെന്നോ? എന്താ പെണ്ണല്ലേ? തനിക്ക് മാനേജ് അറിഞ്ഞൂടെ? അറിയാവുന്നതല്ലേ മാറാൻ പറഞ്ഞേ? Stupid. തുപ്പി ആര്? You. വെറുതെ ചുണ്ട് ഒടിച്ചു കളയും ഞാൻ. മാനേഴ്സ് അങ്ങോട്ട് മാത്രമല്ല ഇങ്ങോട്ട് വേണം. ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാ ബെഞ്ചമിൻ സാർ പറഞ്ഞോണ്ട് വന്ന. അല്ലാണ്ട് ജാമ്പാന്റെ കാലത്തുള്ള വണ്ടി പണിയൊന്നും ഞാൻ വഴിപാട് നടന്നിട്ടൊന്നുമില്ല. ഇതെന്താ വൈപ്രോന്നുള്ളോ? നന്നാക്കണോ ഈ പാട്ടോണ്ടി? Shit. എക്സ്ക്യൂസ് മീ, ഇപ്പൊ ചുണ്ടുകൊണ്ട് അങ്ങനെ എന്താ കാണിച്ചില്ലേ? വല്ലതും പറഞ്ഞാണോ? My God. Chewing gum ചവച്ചതാ. ഇത് നന്നാക്കാൻ ഒരുപാട് സമയം എടുക്കും. മാറി നിന്ന് ചവച്ചോളൂ. കുറച്ച് കുതിരച്ചാണോടെ മിക്സ് ചെയ്തോളൂ. എന്റെ മുത്തച്ഛനും ഈ വണ്ടിക്ക് ഒരേ പ്രായ. പുള്ളിയും കിടപ്പായി, വണ്ടിയും കിടപ്പായി. ഇതിന് ഹാർട്ടിൽ ലിവറൊന്നും ഇല്ലേ? കിഡ്നി വളരെ വീക്കാണ്. ഓ മൈ ഗോഡ്, ബ്ലഡ് ഇല്ലേ? MBBS ഡോക്ടറാന്നാ ഭാവം. എന്തെങ്കിലും ഒഴിഞ്ഞോ? വേഗം ഒന്ന് നന്നാക്കാൻ പറഞ്ഞതാ. ഓ മോള് കാറില് കാറ് മോളിൽ നിന്ന് വണ്ടി എന്തോ കേടായെന്ന് തോന്നി. വർക്ക്ഷോപ്പ് പണിക്കാരനെ പോലെ ഒരുത്തരുണ്ട്. നമുക്കങ്ങോട്ട് മാറി നിൽക്കാം. ഇനി ഏതാനും നിമിഷങ്ങളേ ഉള്ളൂ. അപ്പോ വർക്ക്ഷോപ്പുകാരൻ രണ്ടും ക്ലോസ്. കാണാനാള് സുന്ദരിയാ, പക്ഷെ സ്വഭാവമാണ് വെടക്ക്. What? വയറുടക്കി കിടക്കാന്ന് പറഞ്ഞ. എക്സ്ക്യൂസ് മീ, എന്താ പേര്? എന്താ പേരെന്നാളും അറിഞ്ഞാലേ നന്നാക്കാൻ പറ്റുള്ളൂ. ഹേ, അങ്ങനെയൊന്നുമില്ല. എന്താ പേരില്ലേ? പേരിടാൻ പ്രായമായില്ലേവോ? ബോംബ് ചീറ്റി പോവാ. തെണ്ടിത്തരം പറയാതെ 2 മിനിറ്റിനകം പൊട്ടും. ഇതിനകത്ത് ആര് ടൈം പീസ് കൊണ്ടെന്ന് വെച്ചിരിക്കണേ? ഇവിടെ ആര് കാണാൻ? പൂർണ്ണാന്ന് തോന്നുന്നു. ആ, ഇതിനകത്ത് സമയം തെറ്റാണല്ലോ. ഇനി ഇതും ഞാൻ തന്നെ നന്നാക്കണായിരിക്കും. മരണം അവർക്കുള്ളതാകട്ടെ. ആമേൻ. ആ, സ്റ്റാർട്ട് ചെയ്തോ. ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെ ബലം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. You bloody. നിർത്ത്. ഹലോ കാനഡ, ഒന്ന് നിർത്ത്. എന്റെ ടൂൾസ്. അയ്യോ, ഞാൻ പണിയെടുത്ത് കാശിലില്ല, ടൂൾസ് ഇല്ല. ഹലോ, ഒന്ന് നിർത്ത്. എന്റെ ബാഗ്, ടൂൾസ്. എടി വെള്ളപ്പാറ്റേ, നിന്നെ ഞാൻ എടുത്തോളാം. എന്തെങ്കിലും എന്റെ കൈ കിട്ടും. അവളുടെ അമ്മൂടെ ടൈം പീസ്. അപ്പൊ